നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചൈന സന്ദർശനത്തോടനുബന്ധിച്ച് ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ബെയ്ജിംഗ് നഗരം മുമ്പെങ്ങുമില്ലാത്ത വിധം അതീവ സുരക്ഷാ വലയത്തിലാണ്. ഇതിനകം 3 വധശ്രമങ്ങളെ അതിജീവിച്ച ട്രംപിന് നേരെ വിദേശ ഭീകര സംഘടനകളുടെ ഭീഷണിയുണ്ടെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് US രഹസ്യാന്വേഷണ വിഭാഗമായ സീക്രട്ട് സർവീസ് ഈ വലിയ സന്നാഹമൊരുക്കുന്നത്. ട്രംപിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി 900 പേരോളം വരുന്ന ഒരു സംഘമാണ് അദ്ദേഹത്തെ അനുഗമിക്കുന്നത്. ചൈനയിൽ ട്രംപ് യാത്ര ചെയ്യുന്നത് ദ ബീസ്റ്റ് എന്ന് വിളിക്കപ്പെടുന്ന $1.5 ദശലക്ഷം വിലമതിക്കുന്ന അത്യാധുനിക കാഡിലാക് ലിമൂസിൻ കാറിലാണ്. 8 ഇഞ്ച് കനമുള്ള ആർമർ പ്ലേറ്റുകൾ, കണ്ണീർവാതക പീരങ്കികൾ, നൈറ്റ് വിഷൻ സൗകര്യം, സായുധ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഓക്സിജൻ സംവിധാനം എന്നിവയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. അടിയന്തര സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ ട്രംപിൻ്റെ രക്തഗ്രൂപ്പിലുള്ള രക്തം വരെ ഈ കാറിൽ കരുതിയിട്ടുണ്ടാകും. പ്രസിഡന്റിനൊപ്പം വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥർ, ക്യാബിനറ്റ് അംഗങ്ങൾ, സൈനികർ, മാധ്യമപ്രവർത്തകർ എന്നിവരടക്കമുണ്ട്. ഇവരുടെ യാത്രയ്ക്കായി US വ്യോമസേനയുടെ പടുകൂറ്റൻ C-17 ഗ്ലോബ് വിമാനങ്ങളാണ് ഉപയോഗിക്കുന്നത്. ദ ബീസ്റ്റ് ഉൾപ്പെടെയുള്ള വാഹന വ്യൂഹത്തെ ബെയ്ജിങ്ങിലെത്തിക്കാൻ ചുരുങ്ങിയത് 2 C-17 വിമാനങ്ങളെങ്കിലും വേണ്ടിവരുമെന്നാണ് സൂചന. US ഗവൺമെൻറ്റിൻ്റെ വാഹനങ്ങൾ ഇതിനകം തന്നെ ബീജിങ്ങിലെ തെരുവുകളിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ട്രംപിന് സുരക്ഷയൊരുക്കാൻ വലിയ തോതിലുള്ള തയ്യാറെടുപ്പുകളാണ് സീക്രട്ട് സർവീസ് നടത്തുന്നത്. ട്രംപിന് നേർക്ക് പലതവണയായി ഉണ്ടായ വധശ്രമങ്ങളെ തുടർന്ന് സീക്രട്ട് സർവീസ് കനത്ത ജാഗ്രതയാണ് പുലർത്തുന്നത്. വൈറ്റ് ഹൗസ് കറസ്പോണ്ടന്റ് അസോസിയേഷൻ ഡിന്നറിനിടെ ട്രംപിനെ ലക്ഷ്യമിട്ടുണ്ടായ വെടിവയ്പിൽ ഒരു ഏജന്റിന് പരിക്കേറ്റത് സുരക്ഷാ ഏജൻസിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിരുന്നു. ഇറാനുമായിട്ടുള്ള നിലവിലെ യുദ്ധ സാഹചര്യവും ചൈനയ്ക്ക് ഇറാനുമായിട്ടുള്ള അടുത്ത ബന്ധവും സുരക്ഷാ വെല്ലുവിളികൾ വർദ്ധിപ്പിക്കുകയാണ്. വിദേശ മണ്ണിൽ പ്രസിഡന്റിനെ സംരക്ഷിക്കുക എന്നത് ഏറെ ശ്രമകരമാണെന്ന് മുൻ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്നു. അമേരിക്കയിലെ സുരക്ഷയേക്കാൾ സങ്കീർണമാണ് വിദേശ രാജ്യങ്ങളിലെ ക്രമീകരണങ്ങൾ. സെക്യൂർ പാക്കേജ് എന്ന് വിളിക്കപ്പെടുന്ന ഈ സുരക്ഷാ വലയത്തിൽ പ്രസിഡന്റിന് ലിമോസിനുകൾക്ക് പുറമെ സായുധ വാഹനങ്ങളുടെ ഒരു വലിയ നിര തന്നെയുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ഈ വാഹന വ്യൂഹത്തിൽ 60ഓളം കാറുകൾ വരെ ഉൾപ്പെടാറുണ്ടെന്ന് മുൻ സീക്രട്ട് സർവീസ് ഏജന്റ് ജെഫ്രി ജെയിംസ് പറയുന്നു. എങ്കിലും ചൈനയിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ പലപ്പോഴും മറ്റ് രാജ്യങ്ങളെക്കാൾ എളുപ്പമാണെന്നാണ് ഉദ്യോഗസ്ഥരുടെ അഭിപ്രായം. പരിചിതമല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഈ വാഹനങ്ങളെല്ലാം സുരക്ഷിതമായി നീങ്ങുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ യാത്രാ വിഭാഗം അത്രമേൽ കൃത്യമായ ആസൂത്രണമാണ് നടത്താറുള്ളത്. ചൈനയെ പോലെയുള്ള ഒരു രാജ്യത്തിലേക്ക് പോകുന്നതിൻ്റെ ഗുണങ്ങളിലൊന്ന് അവിടുത്തെ തെരുവുകൾ ഒഴിയണമെന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അവർ അത് നടപ്പിലാക്കിയിരിക്കുമെന്നതാണെന്ന് മുൻ സീക്രട്ട് സർവീസ് ഏജന്റായ ജെയിംസ് വ്യക്തമാക്കുന്നു. ചൈനീസ് അധികാരികൾ എത്രത്തോളം കൃത്യതയോടെയാണ് ഒരു പാത സുരക്ഷിതമാക്കുന്നത് എന്നത് തന്നെ അമ്പരപ്പിച്ചുവെന്നും അദ്ദേഹം പറയുന്നു. US പ്രസിഡന്റിന് കാവലൊരുക്കുന്ന സ്നൈപ്പർമാരുടെ കാര്യത്തിലും US പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നുണ്ട്. ചൈനീസ് സുരക്ഷാ ഉദ്യോഗസ്ഥരെ സ്പോട്ടർമാരായി മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതായത് സംശയാസ്പദമായ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ ചൈനീസ് സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഒരു പ്രത്യേക സംഘമായി ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ ആയുധങ്ങളുടെ നിയന്ത്രണം പൂർണ്ണമായും അമേരിക്കൻ സ്നൈപ്പർമാരുടെ കൈവശം തന്നെയാണ്. സുരക്ഷയ്ക്ക് പുറമെ സന്ദർശനത്തിൻ്റെ ഓരോ നിമിഷവും കൃത്യമായി ആസൂത്രണം ചെയ്യാനായി മാസങ്ങൾക്ക് മുമ്പേ വൈറ്റ് ഹൗസ് സംഘം ബെയ്ജിങ്ങിൽ എത്താറുണ്ട്. ഓരോ യോഗത്തിലും ട്രംപ് ഇരിക്കേണ്ട സ്ഥലം, ക്യാമറ ആംഗിളുകൾ, പശ്ചാത്തലത്തിൽ വരേണ്ട അമേരിക്കൻ പതാകയുടെ സ്ഥാനം എന്നിങ്ങനെ സൂക്ഷ്മമായ കാര്യങ്ങൾ വരെ ഇവർ മുൻകൂട്ടി നിശ്ചയിക്കും. ഇത്രയധികം സുരക്ഷാ മുൻകരുതലുകൾ എടുക്കുന്നുണ്ടെങ്കിലും പെൻസിൽവേനിയയിലെ ബട്ട്ലറിൽ ട്രംപിന് നേരെയുണ്ടായ ആദ്യ വധശ്രമത്തിന് ശേഷം സീക്രട്ട് സർവീസ് നിരന്തരമായി വിവാദങ്ങളിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഏജൻസിയെ പ്രതിരോധത്തിലാക്കുന്ന നിരവധി സംഭവങ്ങൾ അടുത്ത കാലത്തായി സംഭവിക്കുകയും ചെയ്തിരുന്നു. ഇറാൻ സംഘർഷത്തെ തുടർന്ന് 6 ആഴ്ചയോളം വൈകിയാണ് ഇപ്പോഴുള്ള ഈ സന്ദർശനം നടക്കുന്നത്. എന്നിരുന്നാലും ഇത്തരം പ്രാദേശിക സംഘർഷങ്ങൾ പ്രസിഡന്റിന്റെ സുരക്ഷയെ ബാധിക്കില്ലെന്നാണ് ഉദ്യോഗസ്ഥർ ഉറപ്പ് നൽകുന്നത്. ഇതുപോലുള്ള വിദേശ സന്ദർശനങ്ങൾക്ക് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ സീക്രട്ട് സർവീസ് സംഘം അവിടെ എത്തുകയും സ്ഥലങ്ങൾ നേരിട്ട് കണ്ട് പരിശോധനകൾ നടത്താറുമുണ്ട്. വൈറ്റ് ഹൗസ് അഡ്വാൻസ് ടീമും ഇത്തരത്തിൽ നേരത്തെ സ്ഥലത്തെത്താറുണ്ട്. ആദ്യത്തെ നഗരത്തിലെ സുരക്ഷിതമായ പാതകളും കെട്ടിടങ്ങളും കണ്ടെത്തുക എന്നതാണ് ഇവരുടെ ചുമതല. ബീജിംഗിലെ വിവിധ സ്ഥലങ്ങൾക്കിടയിൽ പ്രസിഡന്റിന് തടസ്സമില്ലാതെ യാത്ര ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പാക്കാൻ ഇവർ ചൈനീസ് ഉദ്യോഗസ്ഥരുമായി സഹകരിച്ചാണ് പ്രവർത്തിക്കാറുള്ളത്. വിമാനത്താവളം മുതൽ ഓരോ വേദിയും വരെയുള്ള പ്രസിഡന്റ് യാത്രയുടെ സമയക്രമം അതീവ രഹസ്യമായിരിക്കും. പ്രസിഡന്റ് പങ്കെടുക്കുന്ന ഓരോ ചടങ്ങിലും കൃത്യമായ ആസൂത്രണം ഉണ്ടാകും. ചൈനീസ് പ്രസിഡന്റുമായിട്ടുള്ള കൂടിക്കാഴ്ചയായാലും മറ്റ് ഔദ്യോഗിക ചടങ്ങുകളായാലും അമേരിക്കൻ പതാകകൾ എവിടെ സ്ഥാപിക്കണം, മാധ്യമപ്രവർത്തകർ എവിടെ നിൽക്കണം എന്നതിലടക്കം മുൻകൂട്ടി തീരുമാനിച്ച കൃത്യമായിട്ടുള്ള ഒരു പ്ലാനുണ്ട്. മികച്ച ദൃശ്യങ്ങൾ ലഭിക്കുന്നതിനായി ഓരോ ക്യാമറ ആംഗിളുകൾ പോലും ഇവർ നേരത്തെ നിശ്ചയിക്കും. ഇറാനുമായിട്ടുള്ള സംഘർഷം ചൂണ്ടിക്കാട്ടി മാർച്ചിൽ നടത്താനിരുന്ന യാത്രയായിരുന്നു ട്രംപ് നീട്ടിവെച്ചത്. എന്നാൽ മേഖലയിലെ സംഘർഷങ്ങൾ ഇപ്പോഴത്തെ സുരക്ഷയെ ബാധിക്കില്ലെന്നാണ് മുൻ ഏജന്റുമാർ പറയുന്നത്.